നമസ്കാരം. പ്രധാന വാർത്തകൾ. നെൽപ്പാടങ്ങളിലേക്കുള്ള ജലസേചനത്തിനൊപ്പം നാണ്യവിള ജലസേചനത്തിനും സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാളയാർ ജലസേചന പദ്ധതി കനാലുകളുടെ നവീകരണം പൂർത്തീകരണ ഉദ്ഘാടനം എലപ്പുള്ളിയിൽ. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പ്രവർത്തനോദ്ഘാടനം. ഓണമായിട്ടും പാലക്കാട് ജില്ലയിൽ നെല്ലുവില കിട്ടാതെ 1,4 ലക്ഷത്തോളം കർഷകർ. സപ്ലൈകോയ്ക്ക് കർഷകർ നെല്ല് വന്നിട്ട് 5 മാസം പിന്നിടുന്നു. ഓണത്തിന് മുമ്പ് മുഴുവൻ തുകയും കൊടുത്തു തീർക്കുമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കാൻ മുന്നിൽ 3 ദിവസം മാത്രം. സ്വകാര്യ ബസ്സുകളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ ഉടമകൾക്ക് ധനസഹായം എത്തിച്ച ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ബസ് ഒന്നിന് 10,000 രൂപ വീതം ഉടമകൾക്ക് നൽകി. സഹായം എത്തിക്കുന്നത് ബസ്സുകളിൽ നിരീക്ഷണ ക്യാമറകൾ സർക്കാർ നിർബന്ധമാക്കിയ സാഹചര്യത്തിലെന്ന് ഭാരവാഹികൾ. ഓണനിറവിൽ നാട്. എങ്ങും ആഘോഷ സമൃദ്ധി. ക്ലബ്ബുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സജീവമായി. വിപണിയിലും വൻ തിരക്ക്. ചെറുതുരുത്തിയിൽ ഭക്തിയുടെ നിറവിൽ ഗണേശോത്സവം. വിഗ്രഹ നിമജ്ജനത്തോടെ ആഘോഷത്തിന് സമാപനം. ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ചെറുതുരുത്തി ഗണേശോത്സവ സമിതി. വാർത്തകൾ വിശദമായി. വാളയാർ ജലസേചന പദ്ധതി കനാലുകളുടെ നവീകരണം പൂർത്തിയായി. പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം എലപ്പുള്ളി ചന്തപ്പേട്ടയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നെൽപ്പാടങ്ങളിലേക്കുള്ള ജലസേചനത്തിനൊപ്പം നാണ്യവിള ജലസേചനത്തിനും സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. 16 കോടി രൂപ അടങ്കൽ തുക വരുന്ന കനാൽ നവീകരണ പ്രവൃത്തികളുടെ പൂർത്തീകരണ ഉദ്ഘാടനമാണ് സംഘടിപ്പിച്ചത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മലമ്പുഴ MLA എ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ജനപ്രതിനിധികൾ, ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ ഗ്രാമീണ കുടിവെള്ള പദ്ധതിക്ക് തുടക്കം. പ്രവർത്തനോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. അതുകൊണ്ട് ട്രീറ്റ് ചെയ്ത വെള്ളം എല്ലാ കുടുംബങ്ങളിലും എത്തിക്കാനുള്ള നിർദ്ദായ പദ്ധതിയാണ്. അതിനനുമാനമുള്ള ഒരു തിരിച്ചറിവ് സംസ്ഥാന സർക്കാരിനുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാകുന്ന ഈ പദ്ധതി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്നതിൽ വളരെ മുന്നോട്ട് പോയി. ഈ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ കേരള മുഖാന്തരം കേരളത്തിലെ ശുചീകരണം നടത്തിയിട്ടുള്ളത് 17 ലക്ഷം കുടുംബങ്ങളാണ്. കേരളത്തിലെ മൊത്തം ഗ്രാമീണ ഭവനങ്ങളുടെ എണ്ണം 70 ലക്ഷത്തിലധികം. ആ 70 ലക്ഷത്തിൽ 17 ലക്ഷം കുടുംബത്തിൽ മാത്രമായിരുന്നു കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് പ്രധാനപ്പെട്ട കഴിഞ്ഞ 19 വർഷക്കാലം. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടിക്കടവ് പ്രദേശത്ത് ഭാരതപ്പുഴയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കോട്ടായി പഞ്ചായത്തും പൊതുജന പങ്കാളിത്തത്തോടുകൂടിയും നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ കോട്ടായി പഞ്ചായത്തിലെ എല്ലാ ഭവനങ്ങളിലും ടാപ്പുകൾ വഴി ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യം. കോട്ടായി പഞ്ചായത്തിൽ മുട്ടിക്കടവ് പ്രദേശത്തെ കിണറും പമ്പ് ഹൗസും കോട്ടായിൽ ജലശുദ്ധീകരണശാല, ഓടന്നൂർ, കോട്ടായി സോണുകളിലേക്കായി 2 ഉന്നതതല ജലസംഭരണികൾ, മോട്ടോർ പമ്പ് സെറ്റുകൾ, ട്രാൻസ്ഫോർമറുകൾ, കണക്ഷനുകൾ നൽകുന്ന പ്രവൃത്തി, പമ്പിംഗ് മെയിൻ, വിതരണ ശൃംഖല സ്ഥാപിക്കൽ എന്നീ പ്രവൃത്തികളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. തരൂർ നിയോജക മണ്ഡലം MLA PP സുമോദ് അധ്യക്ഷത വഹിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സതീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേരള വാട്ടർ അതോറിറ്റി ബോർഡ് മെമ്പർ ജോസഫ്, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K കുഞ്ഞിലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR മഹേഷ് കുമാർ, NK ശശിധരൻ, പ്രദീപ് പടിഞ്ഞാക്കര, താജുദ്ദീൻ മാസ്റ്റർ, S ശശികുമാർ, അജീഷ് കുമാർ KG എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓണമടുത്തിട്ടും പാലക്കാട് ജില്ലയിൽ നെൽവില ലഭിക്കാതെ 1,4 ലക്ഷത്തോളം കർഷകർ. നെല്ലളന്നിട്ട് 5 മാസം പിന്നിടുകയാണ്. ഓണത്തിന് മുമ്പ് മുഴുവൻ തുകയും കൊടുത്തു തീർക്കുമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കാൻ ഇനി ദിവസങ്ങളെ ശേഷിക്കുന്നുള്ളൂ. കഴിഞ്ഞ 2ാം വിളയിൽ സപ്ലൈകോയ്ക്ക് അളന്ന നെല്ലിന്റെ വിലയാണ് 5 മാസത്തിനു ശേഷവും നൽകാത്തത്. നെല്ലുവില കിട്ടാത്തതിനാൽ ഓണം ആഘോഷിക്കാൻ പോലും വഴിയില്ലാത്ത സ്ഥിതിയിലാണ് പല കർഷകരും. ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബസ് ഉടമകൾക്ക് ധനസഹായം നൽകി. സ്റ്റേജ് കാരിയേജ് ബസ്സുകളിൽ നിരീക്ഷണ ക്യാമറ നിർബന്ധമാക്കിയ സർക്കാർ ഉത്തരവ് നടപ്പാക്കുന്നതിനായാണ് 10,000 രൂപ വീതം ബസ് ഒന്നിന് ഉടമയ്ക്ക് നൽകിയത്.
ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി.കെ. ഹമീദ് ഒറ്റപ്പാലം അമ്പലപ്പാറ പത്തിരിപ്പാല റൂട്ടിലോടുന്ന ശ്രീജയം ബസ് ഉടമ വിജയലക്ഷ്മിക്ക് ആദ്യ ധനസഹായം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1999 ഒറ്റപ്പാലം താലൂക്കിൽ സംഘടന രൂപീകൃതമായത്. സംഘടന രൂപീകൃതമായതിന് ശേഷം ബസ് ഉടമകൾക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുവാനും അവർക്കുണ്ടാവുന്ന പീഡനങ്ങൾക്ക് അറുതി വരുത്തുവാനും നമ്മളുടെ ഭാഗത്ത് നിന്നും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മളുടെ സംഘടനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിച്ചു വരികയാണ് ഉണ്ടായിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് CKP റഷീദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KM റഷീദ് സ്വാഗതം പറഞ്ഞു. ട്രഷറർ PK സിദ്ദിഖ്, സന്തോഷ്, ജാസ് ആൻഡ് ജാസ്, ആൽഫ ഷമീർ, CP മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. മുമ്പും ബസ് ഉടമകൾക്ക് വിവിധ സഹായങ്ങൾ എത്തിക്കാൻ അസോസിയേഷൻ ശ്രമിച്ചിട്ടുണ്ടെന്നും കോവിഡ് കാലഘട്ടത്തിൽ 5000 രൂപ വീതം നൽകിയിരുന്നുവെന്നും പാലക്കാട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായാണ് സംഘടന കൺസെഷൻ കാർഡ് നൽകി വരുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തരൂർ നിയോജകമണ്ഡലം സപ്ലൈകോ ഓണം ഫെയറിന് കോട്ടായിയിൽ തുടക്കം. ഉദ്ഘാടനം PP സുമോദ് MLA നിർവഹിച്ചു. ഇവിടെ കേരളത്തിലെ ഏത് സർക്കാരുകളായാലും ആ സർക്കാരുകളെല്ലാം തന്നെ വിപണിയിൽ കൃത്യമായി ഇടപെടുന്ന സാഹചര്യം കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ തന്നെ വെളിച്ചെണ്ണ വില കൂടിയപ്പോൾ വളരെ ന്യായവില ഉറപ്പാക്കാൻ വേണ്ടി സാധിച്ചു. നിങ്ങളോടൊരു കാര്യം കൂടി പറയാം, 1000 രൂപയുടെ ഗിഫ്റ്റ് വിടണം. 1000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. ഇപ്പൊ പെൻഷനൊക്കെ ചിലപ്പോൾ കിട്ടിയ ഒരു 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഇവിടെ കൊടുത്താൽ ആരാണോ കുടുംബക്കാർ മകൻ സൂതവർക്ക് ഇവിടെ വന്നിട്ട് 1000 രൂപയുടെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സാധ്യതകളായി കേരളത്തിലെ ജനങ്ങളെ ആകെ ആകർഷിക്കുന്ന രൂപത്തിലേക്ക് ഇത്തരം സപ്ലൈകോ സംവിധാനങ്ങൾ മാറുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. AAY റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യമായ സഹായം കൊടുക്കുന്നു. പ്രധാനപ്പെട്ട അന്തേവാസികൾക്ക് ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള സാധാരണക്കാരായ കുഴൽബന്ധം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, 3ാം വാർഡ് മെമ്പർ NK ശശിധരൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ, CPI കോട്ടായി ബ്രാഞ്ച് സെക്രട്ടറി CR കുഞ്ചു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CM രാജകൃഷ്ണൻ, മുസ്ലിം ലീഗ് പ്രതിനിധി താജുദ്ദീൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ആലത്തൂർ സപ്ലൈകോ ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ V സതീഷ് സ്വാഗതവും ആലത്തൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ MJ നിഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയംകുളം പഞ്ചായത്തിലെ അതിദരിദ്രർക്ക് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിപുലമായ ഒരു സർവേ നടത്തേണ്ട സർക്കാരിൻ്റെ വിവിധ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടാത്ത അതിദരിദ്രരായിട്ടുള്ള ആളുകൾ നമ്മളെ പഞ്ചായത്ത് പ്രദേശത്ത് ആരൊക്കെയാണുള്ളത് എങ്ങനെയാണ് പരിശോധനയുള്ളത്. അങ്ങനെ നടത്തിയപ്പോൾ ആദ്യ സർവേയിൽ കണ്ടെത്തിയത് 72 കുടുംബങ്ങളെ. പിന്നീട് ആ ലിസ്റ്റ് ഗൗരവത്തോടു കൂടി പരിശോധിച്ചപ്പോൾ 3 കുടുംബങ്ങൾ മറ്റ് രീതിയിലുള്ള സർക്കാർ സഹായ പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ് എന്ന് കണ്ടെത്തുന്നത്. ബാക്കി വരുന്ന 69 കുടുംബങ്ങളാണ് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് വിവിധ കാരണങ്ങൾ കൊണ്ട് അതിദരിദ്ര സാഹചര്യത്തിൽ ജീവിക്കുന്നത് എന്ന് കണ്ടത്. രോഗത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ രേഖകളില്ലാത്തതിൻ്റെ ഭാഗമായിട്ടും ഒക്കെയാണ് ആ നിലയിലുള്ള കുടുംബങ്ങൾ എന്ന് കണ്ടെത്തി. ആ കണ്ടെത്തിയ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഓരോരുത്തരുടെയും എന്താണോ പ്രശ്നം ആ പ്രശ്നങ്ങൾ പട്ടികപ്പെടുത്തി. അങ്ങനെ പട്ടികപ്പെടുത്തിയതിന് ശേഷം രേഖകളില്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് വിവിധ തരത്തിലുള്ള രേഖകൾ വേണം. വോട്ടർ ID കാർഡ് വേണം. അതുപോലെ തന്നെ വാണിയംകുളം പഞ്ചായത്തിൽ അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട 52 കുടുംബങ്ങൾക്കാണ് കിറ്റും ഓണക്കോടിയും നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വിപുലമായ
ഒരു സർവേ നടത്തേണ്ടത്. സർക്കാരിൻ്റെ വിവിധ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടാത്ത അതിദരിദ്രരായിട്ടുള്ള ആളുകൾ നമ്മളെ പഞ്ചായത്ത് പ്രദേശത്ത് ആരൊക്കെയാണുള്ളത് എങ്ങനെയാണ് പരിശോധനയാണ്. അങ്ങനെ നടത്തിയപ്പോൾ ആദ്യ സർവേയിൽ കണ്ടെത്തിയത് 72 കുടുംബങ്ങളെ. പിന്നീട് ആ ലിസ്റ്റ് ഗൗരവത്തോടു കൂടി പരിശോധിച്ചപ്പോൾ 3 കുടുംബങ്ങൾ മറ്റു രീതിയിലുള്ള സർക്കാർ സഹായ പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ് എന്ന് കണ്ടെത്തുന്നത്. ബാക്കി വരുന്ന 69 കുടുംബങ്ങളാണ് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് വിവിധ കാരണങ്ങൾ കൊണ്ട് അതിദരിദ്ര സാഹചര്യത്തിൽ ജീവിക്കുന്നത് എന്ന് കണ്ടത്. വൈസ് പ്രസിഡന്റ് പി ശ്രീലത അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ഹരിദാസൻ, വി പി സിന്ധു, പഞ്ചായത്ത് അംഗങ്ങളായ ഡി ശങ്കരനാരായണൻ, വി പി പ്രകാശൻ, സുജിത് പി രാജ്, എ പി പ്രസാദ്, ശാലിനി, പഞ്ചായത്ത് സെക്രട്ടറി എ കെ വിനോദ്, അസിസ്റ്റന്റ് സെക്രട്ടറി പി ടി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുളപ്പള്ളി കൈലിയാട് റോഡിൽ ജോൽസിപ്പടി സ്നേഹതീരം ബസ് സ്റ്റോപ്പ് പരിസരത്തെ അപകടഗർത്തം നികത്തി BJP പ്രവർത്തകർ. അപകടങ്ങൾ പതിവായിട്ടും കുഴി മൂടാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ശ്രമദാനവുമായി BJP പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയത്. കൈലിയാട് റോഡിൽ ജോൽസിപ്പടി സ്നേഹതീരം ബസ് സ്റ്റോപ്പിന് സമീപം വലിയ കുഴി രൂപപ്പെട്ടിട്ട് ദിവസങ്ങളായി. ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് BJP പ്രവർത്തകർ മുന്നിട്ടിറങ്ങി കുഴി നികത്തിയത്. കഴിഞ്ഞ ദിവസം കുഴിയിൽ വീണ ബൈക്ക് യാത്രികൻ നിയന്ത്രണം തെറ്റി 20 അടിയോളം താഴ്ചയുള്ള പാടത്തേക്ക് വീണിരുന്നു. ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. അപകടങ്ങൾ ഈ ഭാഗത്ത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് BJP പ്രവർത്തകർ കുരുടിക്കുന്ന് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അപകടകരമായ കുഴി കോൺക്രീറ്റ് ഉപയോഗിച്ച് അടച്ചത്. കുരുടിക്കുന്ന് ഏരിയ പ്രസിഡന്റ് ഉമേഷ്, ജനറൽ സെക്രട്ടറി ചിത്ര ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സേവാപ്രവർത്തനം. ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതായി BJP മണ്ഡലം സെക്രട്ടറി വിപിൻ നാഥ് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് 500 പേർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത്. കുടുംബശ്രീ ഹാളിൽ നടന്ന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭയുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ CDS നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഓണത്തിന് 500 കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. അയൽക്കൂട്ടങ്ങൾ മുഖാന്തരം ഒരു കിറ്റിന് 650 രൂപ വെച്ച് ഓണം സമൃദ്ധമാക്കുക, വില കുറച്ച് നിത്യോപയോഗ സാധനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് ഷൊർണൂർ നഗരസഭയിലെ CDS ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കിറ്റിന് 650 രൂപയാണ് വില. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ VC സിന്ധു അധ്യക്ഷയായിരുന്നു. ഉപജീവന ഉപസമിതി കൺവീനർ മാലിനി, മെമ്പർ സെക്രട്ടറി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓണച്ചന്ത തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം ഓണം എല്ലാവർക്കും നല്ല ഗംഭീരമായിരിക്കും. നമുക്കിവിടെ സൊസൈറ്റിയിലെ വിറ്റ് 1540 രൂപ വെച്ചിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പച്ചക്കറി നമ്മുടെ ക്ഷേമകാര്യ അധികം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അവരിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സാധനങ്ങളെല്ലാം. ഇപ്രാവശ്യം കൂടുതലും സാധനങ്ങൾ എല്ലാം എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ. CDS ചെയർപേഴ്സൺ KA വിനീത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, A നദീറ, EP സുരേഷ്, സെക്രട്ടറി സുനിത, അസിസ്റ്റന്റ് സെക്രട്ടറി NK കണ്ണൻ, പഞ്ചായത്ത് അംഗം MV രമേശ്, സുജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്ത പ്രവർത്തനം തുടങ്ങി. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ അർച്ചന അധ്യക്ഷത വഹിച്ചു. സജിത, കവിത, ശ്യാം, ഹരിദാസ്, ശ്രീനിവാസൻ, പെരുവല,
പ്രകാശൻ, കൃഷ്ണൻകുട്ടി, KP ശ്രീധരൻ, വിജയൻ, ആയക്കുറിശി എന്നിവർ സംസാരിച്ചു. മുള്ളൂർക്കരയിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഓണക്കോടിയും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടന്നു. സേവാഭാരതി തൃശൂർ ജില്ലാ സെക്രട്ടറി PU സനീഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KE അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വിനോദ് T സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി ശിവദാസൻ, മുള്ളൂർക്കരയിലെ മറ്റ് പൗരപ്രമുഖർ എന്നിവർ പങ്കെടുത്തു. അമ്മയ്ക്ക് പണിയുണ്ടാവും, മകന് പണിയുണ്ടാവും. ആ മകനൊരു അനിയനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ആ കുട്ടിക്ക് ഒരു അനിയനുണ്ടെങ്കിൽ ആ അനിയനും പണിയുണ്ടാവും. ഒരു വീട്ടിലൊരു 4-5 ആൾക്ക് പണിയുണ്ടാവും. പണി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെയാലും ഒരു 500 രൂപയിൽ കുറയാത്ത വരുമാനം ഉണ്ടാവും. ഇത്രയും വരുമാനമുള്ള ട്രഷറർ സുരേഷ് M നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ നഗരിപ്പുറം പേരടിക്കുന്ന ദീപം സാധുജന പരിപാലന സമിതിയുടെ 9ാം വാർഷികവും ധനസഹായ വിതരണവും നടന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. 9 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് കുറേ ചാരിറ്റബിൾ സൊസൈറ്റികളും നിരന്തരം, അതായത് ഓരോ മുക്കിനും മൂലയിലും മറ്റുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കാറുണ്ടെങ്കിലും ചിലപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് 1 വർഷം നിൽക്കും, അല്ലെങ്കിൽ 2 വർഷം ഇതിൽ തുടർച്ചയായി കൊണ്ടുപോകാൻ ഇതിന് പ്രത്യേകമായിട്ടുള്ള, അതായത് കൂടിച്ചേർന്ന്, അതായത് കൂട്ടായ ഒരു പ്രവർത്തനം നടത്തിയാലാണ് നമുക്കൊരു കാര്യം വിജയിക്കുകയുള്ളൂ. അപ്പം ആ ഒരു കമ്മിറ്റി നല്ല നിലയിൽ പോയാലാണ് 9 വർഷം എത്തിയത്. എന്തുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്നു നോക്കിയപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്. K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 35 നിർധന കുടുംബങ്ങൾക്കാണ് 80,000 രൂപ വിതരണം ചെയ്തത്. റിട്ടയർഡ് നാവികസേന ഓഫീസർ വിജയകുമാർ, T വിജയകുമാർ, N ഗംഗാധരൻ, T പ്രസാദ്, V രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. M സുരേഷ് സ്വാഗതവും AP ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. വാടാനംകുറിശ്ശിയിൽ അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടന്നു. ഷൊർണൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ മോഹനകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കിഡ്നി ക്യാൻസർ കിടപ്പ് രോഗികൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റും ചികിത്സാ സഹായവും നൽകുന്നത്. ഇത്തവണ 90 ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. ഷൊർണൂർ സബ് ഇൻസ്പെക്ടർ മോഹനകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ശ്രീലത അധ്യക്ഷയായിരുന്നു. TP രാജീവ് സ്വാഗതം പറഞ്ഞു. മോഹനൻ മാസ്റ്റർ, മേരി ടീച്ചർ, രാജൻ നങ്ങത്ത്, ശോഭ, തുളസീധരൻ, കുട്ടികൃഷ്ണൻ, മോഹനകൃഷ്ണൻ, അസീസ് വാടാനംകുറിശ്ശി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര കല്ലൂർ NSS കരയോഗത്തിന്റെ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. നടത്തിയ പ്രോഗ്രാംസ് ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ നായർ മഹാസമ്മേളനമാണ്. നായർ മഹാസമ്മേളനത്തെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടിരുന്നതാണ്. ഈയിടെ ഞങ്ങൾ നമ്മുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി കാണാൻ വരുന്നു. അദ്ദേഹം വളരെ ഇന്നും മറന്നിട്ടില്ല, ചിരിച്ച് സന്തോഷത്തോട് പുള്ളി പറഞ്ഞു, നിങ്ങൾ തുടങ്ങി വെച്ചു, ഇന്ന് എൻ്റെ അലയടികൾ എല്ലാ ഭാഗത്തുമുണ്ട്. അതിൻ്റെ ഒരു അലയടിയാണ് ഇന്നലെ ഒറ്റപ്പാലത്തും മന്നത്താചാര്യൻ്റെ പ്രതിമ സ്ഥാപിച്ചു, ഇന്നലെ സ്ഥാപിച്ചു. ഇനി മണ്ണാർക്കാട് സ്ഥാപിക്കാൻ പോകുന്നു. കാരണം അന്ന് ചെയ്തതിൻ്റെ അലയടികൾ ഇനിയും മാറിയിട്ടില്ല. അതിനെല്ലാം പാർട്ടിസിപ്പേറ്റ് സകല സപ്പോർട്ടും ചെയ്തെന്ന പ്രിയപ്പെട്ട എൻ്റെ കല്ലൂർ കരയോഗം മെമ്പർമാർക്ക് ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. കരയോഗം പ്രസിഡന്റ് MK വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. R ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ, PR രാജേശ്വരി ടീച്ചർ, KP രാജഗോപാൽ, വിജയകുമാരി, V മുരളീധരൻ, P രവീന്ദ്രൻ, P കൃഷ്ണകുമാർ, ധന്യമുരളി, M ശശിധരൻ, ഓമന ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. NSS ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. S ശശികുമാർ സ്വാഗതവും MK സത്യനാരായണൻ നന്ദിയും പറഞ്ഞു. രാവിലെ കരയോഗ മന്ദിരത്തിൽ പ്രസിഡന്റ് MK വാസുദേവൻ പതാക ഉയർത്തിയിരുന്നു. തുടർന്ന് ഘോഷയാത്രയുമുണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം കലാപരിപാടികളും എൻഡോമെന്റ് വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. ഷൊർണൂർ മുണ്ടായിയിൽ നാട്ടുചന്തയും ADS ഓഫീസ് ഉദ്ഘാടനവും നടന്നു. മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മുണ്ടായ 24-ാം വാർഡിലാണ് നാട്ടുചന്തയും ADS ഓഫീസ് ഉദ്ഘാടനവും നടന്നത്. മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നാട്ടുചന്തയുടെയും ADS ഓഫീസിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ VC സിന്ധു, ADS ചെയർപേഴ്സൺ K ശ്രീവിദ്യ, ADS അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രദേശത്തെ വനിതാ കർഷകർ വിളയിച്ച പച്ചക്കറികളും ഉൽപ്പന്നങ്ങളും ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. പ്രദേശവാസികൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി കർഷകരെ പ്രോത്സാഹിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. NHR ACFന്റെ ഓണം കുടുംബസംഗമം ചെറുതുരുത്തി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ചേലക്കര MLA UR പ്രദീപ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
പച്ചക്കറികൾ വാങ്ങിക്കുന്ന പച്ചക്കറി അരക്കിലോ വാങ്ങിച്ച പച്ചക്കറി 100 ബാക്കി പച്ചക്കറി മാറ്റിവെക്കുകയാണ്. നാഷണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ജോഷി പാച്ചൻ അധ്യക്ഷത വഹിച്ചു. നാഷണൽ ചെയർമാൻ അഡ്വക്കേറ്റ് വിജയരാഘവന്റെ മുഖ്യ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ദാമോദരൻ ഏറനാട് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി. നാഷണൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്തൂർ സുരേഷ്, വാർഡ് മെമ്പർ അജിത രവികുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസീല ബീഗം, സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ദിലീപ് ഖാദി, സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ മഹമൂദ, യൂത്ത് വിംഗ് സംസ്ഥാന കോർഡിനേറ്റർ കുമാരി ഫാത്തിമ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. മഹാബലി ചക്രവർത്തിയായി വേഷമിട്ട തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ബാലചന്ദ്രൻ നായർ ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം പഞ്ചായത്ത് കൃഷിഭവൻ കർഷക ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി ശ്രീലത അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുജിത്, പി രാജ്, വി പി പ്രകാശൻ, ഡി ശങ്കരനാരായണൻ, എ പി പ്രസാദ്, കൃഷി ഓഫീസർ സി സായി പാർവതി എന്നിവർ സംസാരിച്ചു. മുമ്പാർന്ന് വെച്ചാൽ കാണം വിറ്റാണെങ്കിലും ഓണം ഉണ്ണണം എന്നാണ് പഴയ പഴഞ്ചൊല്ല്. എന്നാൽ ആ പഴഞ്ചൊല്ലിനെ അപ്രസക്തമാക്കി നമ്മുടെ സംസ്ഥാനം പരമാവധി പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തി കച്ചവടക്കാരുടെ തീവെട്ടിക്കൊള്ള ഈ ഉത്സവകാലത്ത് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ഷൊർണൂർ യൂണിറ്റുകളുടെ ഓണാഘോഷം മഞ്ഞക്കാട് ശ്രീനാരായണ സമാജം ഹാളിൽ നടന്നു. സീനിയർ സിറ്റിസൺസ് ഫോറം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എം രാജഗോപാൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺസ് ഫോറം മഞ്ഞക്കാട് യൂണിറ്റ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗിരിജ സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് ജയിൽ സ്പെഷ്യൽ ഓഫീസർ എ ജെ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. സ്വയംപ്രഭ, എം രാമചന്ദ്രൻ, മധുസൂദനൻ, ടി എൻ ശ്രീനിവാസൻ, എം എൻ മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സരോജം സേതുമാധവൻ നന്ദി പറഞ്ഞു. മുണ്ടായ വയോജനവേദിയുടെ തിരുവാതിര കൈകൊട്ടിക്കളി, ഗാനാലാപനം, ഓണപ്പാട്ടുകൾ തുടങ്ങി വിവിധ കലാപരിപാടികളുമുണ്ടായിരുന്നു. വടവണ്ണൂർ കൊല്ലങ്കോട് യൂണിറ്റിൻ്റെ കണ്യാർകളി ശ്രദ്ധേയമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അങ്ങളൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണം സമൃദ്ധി 2025 കർഷക ചന്ത പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് അധ്യക്ഷനായി. കൃഷി ഓഫീസർ ഹാര്യ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സെപ്റ്റംബർ 1 മുതൽ 4 വരെ ഓങ്ങല്ലൂർ ടൗണിലെ സ്വകാര്യ കെട്ടിടത്തിലാണ് ചന്ത പ്രവർത്തിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഗണേശ വിഗ്രഹങ്ങൾക്ക് ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ സ്വീകരണം നൽകിയ ശേഷം ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്തു. നൂറുകണക്കിന് ഭക്തർ സാക്ഷികളായി. ചെറുതുരുത്തി ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചെറുതുരുത്തി ഗണേശോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 15 വർഷമായി നടത്തിവരുന്ന ഗണേശോത്സവം ഞായറാഴ്ച വൈകിട്ട് വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ, മുള്ളൂർക്കര എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഗ്രാമപ്രദക്ഷിണം ചെയ്ത് വൈകിട്ട് 4-ന് കോഴിമാമ്പറമ്പ് ക്ഷേത്ര പരിസരത്തെത്തി. 5 മണിക്ക് വിവിധ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ മഹാഘോഷയാത്രയായി ചെറുതുരുത്തി സെന്ററിലൂടെ പാങ്ങാവ് ശിവക്ഷേത്ര കടവിൽ നിമജ്ജനം ചെയ്തു. നിരവധി ഗണേശ ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരവാഹികളായ വി ഉണ്ണികൃഷ്ണൻ,
AB വിജേഷ് അളനൂർ, ധനേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം നടന്നു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് വി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് 70 വയസ്സ് കഴിഞ്ഞവരെ ചടങ്ങിൽ ആദരിച്ചു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ASI ബിന്ദുവിനെ ആദരിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS വിജയിച്ച B ആവണിയെയും കായിക മത്സരങ്ങളിൽ സംസ്ഥാന ജേതാക്കളായ റിയ ജയൻ, റിമ ജയൻ എന്നിവരെയും അനുമോദിച്ചു. നഗരസഭാ കൗൺസിലർ PR പ്രവീൺ സമ്മാനദാനം നിർവഹിച്ചു. സെക്രട്ടറി P ഹരിദാസ് റിപ്പോർട്ടും ട്രഷറർ P ശശികുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കോഴിശ്ശേരിമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PB കൃഷ്ണവേണി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും ചടങ്ങിൽ തെരഞ്ഞെടുത്തു. M അയ്യപ്പനാണ് പുതിയ കമ്മിറ്റിയുടെ രക്ഷാധികാരി. വേണുഗോപാലൻ പ്രസിഡന്റ്, P ഹരിദാസ് സെക്രട്ടറി, അനീഷ് കുമാർ ട്രഷറർ തുടങ്ങിയവരാണ് ഭാരവാഹികൾ. വാർഷികത്തോടനുബന്ധിച്ച ചന്ദ്രശേഖരൻ കോട്ടും ശിഷ്യരും അവതരിപ്പിച്ച സംഗീത വിരുന്നും RRA കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നൂബ്ര ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമിയുടെ നൃത്തനൃത്യങ്ങളുമുണ്ടായി. എന്നു തന്നെ തീണ്ടലാണു തമ്പൂരാന് തീണ്ടല്, എന്തു തന്നെ തീണ്ടലാണ്, എന്തു തന്നെ തീണ്ടലാണു തമ്പൂരാന് തീണ്ടല്. മറട മറട മറടങ്ങടു മാറട, മറട മാറട മറട മാറട പാക്കനാരു മാറട. സംഹാരം ചെയ്ത ന്യൂസ് സെന്റർ, ഷൊർണൂർ. മെമ്പർ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണത്തോടനുബന്ധിച്ച് മണ്ണൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ നിർധനരായ 103 പേർക്ക് ഓണപ്പുടവ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഓണത്തിന് നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതാണെങ്കിലും നിരവധിയായ നമുക്ക് പെൻഷനൊക്കെ എല്ലാവർക്കും 2 മാസത്തെ പെൻഷൻ നേരത്തെ കൂട്ടി എല്ലാവരുടെ വീടുകളിൽ നമുക്ക് എത്തി. അതുപോലെ തന്നെ റേഷൻ കടകളിൽ നിന്നും അതുപോലെ തന്നെ മാവേലി സ്റ്റോറിലൊക്കെ സബ്സിഡിയോട് കൂടിയിട്ട്, അതായത് ഏറ്റവും വിലക്കുറവിൽ നമുക്ക് നല്ല രീതിയിൽ ഓണം ഉണ്ണുന്നതിന് സഹായങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് ചെയ്യും. വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്റർ വസ്ത്ര വിതരണം നടത്തി. വാർഡ് വികസന സമിതി അംഗങ്ങളായ P ശ്രീകുമാരൻ, NS ഹംസ, PK ശ്രീദേവി, P ഗണേശൻ, അബു താഹിർ പീടികയിൽ, ഷൈനി കണ്ണൻ, A ഷഫീഖ്, K അഫ്സൽ, വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. SJ നജീബ് സ്വാഗതവും P പ്രമോദ് നന്ദിയും പറഞ്ഞു. തുടർച്ചയായി 5-ാം വർഷവും വാർഡിൽ ഓണപ്പുടവ നൽകി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ വാണിയംകുളത്ത് സംഘടിപ്പിച്ചു. ഓണാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ AK രവീന്ദ്രനാഥ്, NP കൃഷ്ണകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. R സന്ധ്യ മല്ലത്ത്, ഡോക്ടർ കൃഷ്ണദാസ്, രാമു ചാത്തനാത്ത്, സന്തോഷ് പണിക്കർ, മണികണ്ഠൻ തീയന്നൂർ, മോഹനകൃഷ്ണ മേനോൻ എന്നിവർ പങ്കെടുത്തു. റോട്ടറി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് നന്ദി രേഖപ്പെടുത്തി.
ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ ഡിവിഡന്റ് വിതരണോദ്ഘാടനം സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി നിർവഹിച്ചു. ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാർക്ക് 10% ഡിവിഡന്റ് നൽകാൻ ബാങ്കിന്റെ 88ാം വാർഷിക പൊതുയോഗം തീരുമാനിച്ചിരുന്നു. ഒന്ന് നിങ്ങൾ വിശ്വസിക്കാറില്ല, ഞാൻ ഈ പാൻറ് ഇടുന്നതിനെക്കാട്ടിലും മുമ്പ് ട്രൗസർ ഇടുന്ന പ്രായത്തിൽ ഈ പാൻറ് തോന്നിച്ചില്ല. എൻ്റെ അമ്മയുടെ കൂടെ 2 പ്രാവശ്യം ഡാഡി ഞങ്ങൾക്ക് പറഞ്ഞ ഡാഡിയുടെ പൈസ ഇടപാടുകളിലേക്കോ ഈ ബാങ്കായിട്ട് നടന്നത്. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എത്ര വർഷമായത്. 45 വർഷമായി എൻ്റെ ഡാഡിയുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. സോ അത് എന്നൊക്കെയാണ് സന്തോഷം. അതിനപ്പുറമായിട്ട് എൻ്റെ അപ്പച്ചൻ, അതായത് എൻ്റെ മുത്തശ്ശൻ, ഇവിടെ കുമ്മാനിച്ചുള്ള ചേട്ടൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതറിയില്ല, അദ്ദേഹങ്ങളുടെ സ്പോട്ടിൽ ചൂള നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബന്ധത്തിൽ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുണ്ടായിരുന്നു. ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. ശിവപ്രിയ, ശ്രീജിത്ത് എന്നിവർ സ്റ്റീഫൻ ദേവസിയിൽ നിന്ന് 2024-2025 വർഷത്തെ ആദ്യ ഡിവിഡന്റ് ഏറ്റുവാങ്ങി. ബാങ്ക് ഡയറക്ടർമാരായ KP സുധീർ, M വിജയൻ, PK ഗംഗാധരൻ, T സുനിൽ, മെയിൻ ബ്രാഞ്ച് മാനേജർ PK ശാന്തി, M ഗോപാലകൃഷ്ണൻ, PK ദേവസ്യ എന്നിവർ പങ്കെടുത്തു. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M രാമനുണ്ണി സ്വാഗതവും ജനറൽ മാനേജർ KS ഉജ്വൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പരോട് ക്ഷീരക് സംഘം 2023-2024 വർഷത്തെ ബോണസ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ് നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബ് അധ്യക്ഷയായിരുന്നു. സംഘം പ്രസിഡന്റ് K സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. KSFE ബിസിനസ് ടേൺ ഓവർ 1 ലക്ഷം കോടി എന്ന ലക്ഷ്യം കൈവരിച്ചതിന്റെ വിളംബര ജാഥ വാണിയംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബ്രാഞ്ച് മാനേജർ P ആതിര നേതൃത്വം നൽകി. മാറ്റുലി. ഇന്ത്യ-ചൈന ബന്ധത്തിൽ പുതിയ വഴിത്തിരിവാണ് നരേന്ദ്രമോദി ഷി ജിൻപിങ് കൂടിക്കാഴ്ചയെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ചൈനയെ വിശ്വസിക്കാമോ എന്ന ചോദ്യവുമായാണ് ഇന്ന് മാറ്റുലി പൊതുജനങ്ങളെ സമീപിക്കുന്നത്. പ്രതികരണങ്ങൾ കാണാം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സ്പഷ്ടമായ ഒരു കരാറാണ് ആവശ്യം. ഇതിനു മുമ്പ് ഇതുപോലെ കരാറുകൾ ഉണ്ടായിട്ട് ലംഘിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. പിന്നെ ചൈനയ്ക്ക് എന്ന് വെച്ചാൽ ചൈന ലോകത്തിൽ വമ്പൻ ശക്തിയാവണമെന്നുള്ളൊരൊറ്റ ഇതേ ഉള്ളൂ. അവരുടെ വ്യാപാരത്തിൻ്റെ മാത്രമാണ് അവരുടെ ഉൽപ്പാദനം കൂട്ടുകയാണ് അവർ. അപ്പോൾ ആ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പല രാജ്യങ്ങളിലേക്കും പോയാലാണ് അവർക്ക് ഗുണമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചൈന ശ്രമിക്കുക. അപ്പോൾ അതൊരു അത്ര വലിയൊരു ഇതല്ല. അതുപോലെ തന്നെ അതിർത്തിയിൽ സമാധാനം പുലർത്തണം. അത് എല്ലാ വൈപ്പോഴും അത് അത്തരത്തിൽ നടക്കുന്നില്ല. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വ്യാപാരത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഓരോന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ വ്യാപാരം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവണം. അത് വളരെ കുറവാണ് ഇപ്പോഴത്തെ നിലയിൽ. അപ്പോൾ ചൈനയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ് ചൈന നോക്കുന്നത്. അതാണ് അവർ ഇന്ത്യയിൽ നല്ല വിപണി, നല്ല ഇതുള്ളതാണ് വിപണി. ചൈനീസ് ഉൽപ്പന്നങ്ങളൊക്കെ വിപണിയിൽ നല്ലോണം ചിലവാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തന്ത്രമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നല്ല തന്നെയാണ്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ടൊരു വിശ്വാസം പോരാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെൽപ്പാടങ്ങളിലേക്കുള്ള ജലസേചനത്തിനൊപ്പം നാണ്യവിള ജലസേചനത്തിനും സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാളയാർ ജലസേചന പദ്ധതി കനാലുകളുടെ നവീകരണം പൂർത്തീകരണ ഉദ്ഘാടനം എലപ്പുള്ളിയിൽ. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പ്രവർത്തനോദ്ഘാടനം. ഓണമായിട്ടും പാലക്കാട് ജില്ലയിൽ നെല്ലുവില കിട്ടാതെ 1/4 ലക്ഷത്തോളം കർഷകർ. സപ്ലൈകോയ്ക്ക് കർഷകർ നെല്ല് വന്നിട്ട് 5 മാസം പിന്നിടുന്നു. ഓണത്തിന് മുമ്പ് മുഴുവൻ തുകയും കൊടുത്തു തീർക്കുമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കാൻ മുന്നിൽ 3 ദിവസം മാത്രം. സ്വകാര്യ ബസ്സുകളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ ഉടമകൾക്ക് ധനസഹായം എത്തിച്ച ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ബസ് ഒന്നിന് 10,000 രൂപ വീതം ഉടമകൾക്ക് നൽകി. സഹായം എത്തിക്കുന്നത് ബസ്സുകളിൽ നിരീക്ഷണ ക്യാമറകൾ സർക്കാർ നിർബന്ധമാക്കിയ സാഹചര്യത്തിലെന്ന് ഭാരവാഹികൾ. ഓണനിറവിൽ നാട്, എങ്ങും ആഘോഷ സമൃദ്ധി. ക്ലബ്ബുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സജീവമായി. വിപണിയിലും വൻ തിരക്ക്. ചതുർത്ഥിയിൽ ഭക്തിയുടെ നിറവിൽ ഗണേശോത്സവം. വിഗ്രഹ നിമജ്ജനത്തോടെ ആഘോഷത്തിന് സമാപനം. ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ചതുർത്ഥി ഗണേശോത്സവ സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.